സുഹൃത്തുക്കളെ നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ടൊമാറ്റോ റൈസാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പഴയ ഒരുപാട് വീഡിയോകൾ കിടപ്പുണ്ട്, അതെല്ലാം കാണുവാനായും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടൊമാറ്റോ റൈസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാം. ബസുമതി റൈസ് 3 കപ്പ്, ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് സെല്ല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ജീരകം 1/2 ടീസ്പൂൺ, കുരുമുളക് 1/4 ടീസ്പൂൺ, ഗ്രാമ്പു 3 എണ്ണം, തക്കോലം 1 എണ്ണം, കറുകപ്പട്ട ചെറിയ 2 പീസ്, ഏലക്ക 3 എണ്ണം, കാഷ്യൂനട്ട് 2 പീസിൻ്റേത് 10 എണ്ണം, കറിവേപ്പില 3 ഇതള്, ചെറുതായി അരിഞ്ഞ പച്ചമുളക് 1 ടേബിൾ സ്പൂൺ, ചെറുതായി അരിഞ്ഞ സവാള 2 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഗരം മസാല, തക്കാളി വലുത് 3 എണ്ണം, പുതിന ചെറുതായി അരിഞ്ഞ് 1/2 കപ്പ്, മല്ലിയിലയും ചെറുതായി അരിഞ്ഞത് 1/2 കപ്പ്. അരി കഴുകി വൃത്തിയാക്കി അരമണിക്കൂറിന് മുമ്പ് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയെല്ലാം ഇട്ട് കൊടുക്കാം. അതിലേക്ക് മല്ലിയിലയും പുതിനയും കൂടി ചേർത്ത് നമുക്ക് നന്നായി പേസ്റ്റ് ചെയ്തെടുക്കാം. ടൊമാറ്റോ റൈസ് തയ്യാറാക്കുവാനായിട്ട് ഒരു പാത്രം എടുക്കാം. അത് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യും 1.5 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. ഓയിലും ഗീയും ചൂടാകുമ്പോഴത്തേക്കിന് അതിലേക്ക് ഹോൾ ഗരം മസാലയും കാഷ്യൂനട്ടും ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സമയം ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് റോസ്റ്റ് ചെയ്യും. ഈ സമയം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി ചേർത്ത് റോസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഗരം മസാല പൗഡറും അതുപോലെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് റോസ്റ്റ് ചെയ്യാം. ടൊമാറ്റോ റൈസിന് ഒരു നല്ല കളർ കിട്ടുവാൻ വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി കൂടി ഇതിൽ ചേർക്കുന്നത്. നമ്മൾ പച്ചമുളകും കുരുമുളകും ഒക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പം എരിവ് കൂടാതിരിക്കുവാനായി പച്ചമുളകിൻ്റെ അളവ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ആ ഒരു പച്ച ചൊവ്വ പോകാൻ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഈ മസാല നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരി ചേർത്ത് കൊടുക്കാം. ഇതിനു മുമ്പ് തന്നെ അരി ഒരു സ്റ്റെയിനറിലേക്ക് ഇട്ട് അതിലെ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ആയതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം മിക്സ് ചെയ്യുവാനായിട്ട്. ഇത് ഉടഞ്ഞു പോകാതെ ഇരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഈ അരി നന്നായിട്ടൊന്ന് റോസ്റ്റായി. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഡബിൾ കണക്കിനുള്ള വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 കപ്പ് റൈസ് നമ്മൾ എടുത്തു. അപ്പോൾ അതിന് ഡബിളായിട്ട് തന്നെ 6 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോൾ തന്നെ അടിയിൽ ഒട്ടിപ്പോകാതിരിക്കാനായിട്ട് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പം അരിയൊന്നും ഉടയാതെ ശ്രദ്ധയോട് കൂടി ഇളക്കുക. ഇപ്പോൾ കുറച്ച് വെള്ളം വറ്റിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴേക്കും ബാക്കിയുള്ള മല്ലിയിലയും പുതിനയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് തൂക്കി കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് കൂടെ എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത് നല്ല രീതിയിൽ ബേക്കായി കിട്ടുവാനായിട്ട് അത് സഹായകമായിരിക്കും. ഇനി ഇതിനാവശ്യമായിട്ടുള്ള റൈത്ത നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചെറിയ കപ്പിലേക്ക് 1 ഒണിയൻ ചെറുതായി അരിഞ്ഞ് ചേർക്കാം. അതിലേക്ക് 1 പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്.
ഇനിയും ഒരു കുക്കുംബറിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് അതും ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം. മല്ലിയില ഒരല്പം അതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് അതിൽ ചേർക്കാം. ഒരു 1.5 കപ്പ് തൈര് കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ടൊമാറ്റോ റൈസിന് ആവശ്യമായിട്ടുള്ള റൈത്ത റെഡി ആയിട്ടുണ്ട്. ഏകദേശം 8 മിനിറ്റോളം സ്ലോ ഫയറിൽ അത് ദം ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കൂടി അങ്ങനെ വെച്ചതിന് ശേഷം മുകളിലുള്ള വെയിറ്റ് മാറ്റി അടപ്പ് തുറന്നെടുത്തു. ഇപ്പോൾ ടൊമാറ്റോ റൈസ് നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. റൈസ് പൊട്ടിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതുപോലെ സൈഡിൽ നിന്നും നടുക്കോട്ട് മാത്രമേ റൈസ് ഇളക്കിയിടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കുത്തി ഇളക്കുവാണെങ്കിൽ ആ റൈസ് എല്ലാം ഉടഞ്ഞു പോകും, അതായത് റൈസ് പൊട്ടിപ്പോകും. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ സൈഡിൽ നിന്നും നടുക്കോട്ട് ഇടുന്നത്. കാരണം നമ്മൾ പൊട്ടിക്കുന്ന ഉടനെ ഈ റൈസ് നല്ല ചൂടായിരിക്കും. ആ സമയത്ത് നമ്മൾ കുത്തി ഇളക്കിയാൽ ആകെ കുഴഞ്ഞു പോവുകയോ അല്ലെങ്കിൽ എല്ലാം പൊട്ടിപ്പോവുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ സ്വാദിഷ്ടമായ വളരെ എളുപ്പം തന്നെ ഒരു ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. വളരെ സിമ്പിളായി നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.